ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ധാരാളം അവസരങ്ങൾ വെളിച്ചമായി പ്രവർത്തിക്കുവാൻ ദൈവം നൽകാറുണ്ട്. മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹവും കരുതലും കരുണയും കൊണ്ട് എത്രയെത്ര ജീവിതങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. ജീവിത വഴിയിൽ മരിച്ച് ജീവിക്കുന്നവർക്ക് പുതുജീവൻ പകരുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. അവിടുന്ന് പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഒരു നല്ല വാക്കിലൂടെ, ഒരു പുഞ്ചിരിയിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു നല്ല ക്രിസ്തു വിശ്വാസിയായി യേശുവിനെ നാം ആകുന്ന ആലയത്തിൽ സ്വീകരിക്കുവാൻ തീരുമാനിക്കുമ്പോൾ നാം വെളിച്ചത്തിലേക്ക് വരികയും നമ്മുടെ ആത്മാവിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. തിരുവചനത്തിൽ സക്കേവുസിനെ നമ്മൾ കാണുന്നു. പൊക്കം കുറവായതിനാൽ യേശുവിനെ കാണുവാൻ മരത്തിൽ കയറിയിരുന്ന സക്കേവുസിനെ യേശു താഴെ ഇറക്കി അവൻ്റെ വീട്ടിൽ താമസിക്കുവാൻ തീരുമാനിക്കുന്നു. ഇത് കണ്ട് പലരും പെറുപെറുത്തു. എന്നാൽ അവൻ തൻ്റെ തെറ്റുകൾ തിരുത്തുവാൻ തയ്യാറാകുകയും യേശുനാഥനെ തൻ്റെ വീട്ടിൽ സ്വീകരിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്ത നിമിഷം അവൻ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ അവൻ്റെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അറിഞ്ഞുകൊള്ളുക, ദൈവം എളിയവരെ ഉയർത്തുകയും അവരിലൂടെ അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യുന്നു. ഇന്നേ ദിവസം കർത്താവിൻ്റെ കൂടെ നമുക്ക് നടക്കാം. അവിടത്തോട് ചേർന്ന് നിന്ന് നമുക്ക് നന്മ ചെയ്യാം. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ദൈവത്തിന് വേണ്ടി നിന്ന് മറ്റുള്ളവർക്ക് നമുക്ക് നന്മ ചെയ്യാം. കരുണാമയനായ കർത്താവ് ഇന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. യേശു നൽകുന്ന രക്ഷ നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്നതാണ്. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവിടത്തോട് നമുക്ക് പറയാം, യേശുവേ, എൻ്റെ നാഥനെ, കടന്നു വരണം. യേശുവേ, നാഥനേ, വരണേ. കാരുണ്യം എൻ്റെ മേൽ ചൊരിയണേ. യേശുവേ, നാഥനേ, വരണേ. കാരുണ്യം എൻ്റെ മേൽ ചൊരിയണേ. സ്നേഹമായി, ശാന്തിയായി, ക്ഷമയായി നിറയണേ. സ്നേഹമായി, ശാന്തിയായി, ക്ഷമയായി നിറയണേ. വിളിച്ചു പറയാം, നീ എൻ്റെ ശക്തിയും, നീ എൻ്റെ ബലവും, നീ എൻ്റെ പ്രാണനും, നീ എൻ്റെ നീ എൻ്റെ ശക്തിയും, നീ എൻ്റെ ബലവും, നീ എൻ്റെ പ്രാണനും, നീ എൻ്റെ ദൈവം. ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മെ കൈപിടിച്ചുയർത്തുന്ന യേശുവിൻ്റെ സ്നേഹം വളരെ വലുതാണ്. നിന്റെ ഇല്ലായ്മകളിൽ യേശു നിന്നെ സ്നേഹിക്കുന്നു. അവിടുന്ന് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം.
കാരണം നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത് കൃപയാലാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, മറ്റുള്ളവരെ സ്നേഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവും ജീവനും ജീവനും നൽകുന്ന നാമത്തെ ഏറ്റവും വലിയ നാമം ഉയർത്തി ഞാൻ പാടുന്നു. എൻ ആത്മാവും ജീവനും നൽകുന്ന നിൻ നാമത്തെ ഉയർത്തി ഞാൻ പാടുന്നു. സ്തുതിയും മഹത്വവും സ്തോത്രവും കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ അർപ്പിക്കുന്നു. സ്തുതിയും Glory Jesus. മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. നമുക്ക് വിളിച്ചു പറയാം, കർത്താവേ, നീ എന്റെ ശക്തിയും നീ എന്റെ ബലവും നീ എന്റെ പ്രാണനും നീ എന്റെ നീ എന്റെ ശക്തിയും നീ എന്റെ ബലവും നീ എന്റെ പ്രാണനും നീ എന്റെ ദൈവം. സ്നേഹമുള്ളവരെ, ഇന്നലകൾ നിനക്ക് വേദനകളാണ് സമ്മാനിച്ചതെങ്കിൽ ഇന്ന് നീ അറിഞ്ഞുകൊള്ളുക, നിന്നെ സ്വന്തമാക്കുവാൻ, മാറോട് ചേർക്കുവാൻ യേശു കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നമുക്ക് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ഒരു പുതിയ വെളിച്ചമായി കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു വലിയ ദൈവം നമ്മെ കൂടെ ഉണ്ടെന്ന് നാം ഓർക്കണം. നമുക്ക് പറയാം, കർത്താവേ, അങ്ങ് എത്ര നല്ല ദൈവമാണ്. അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ഇതാ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും സമർപ്പിക്കുന്നു. ഭാരങ്ങൾ കണ്ണുനീരായി ഒഴുകുന്നു. എൻ മാനസം വേദനയിൽ ഉരുകുന്നു. എൻ ഭാരങ്ങൾ കണ്ണുനീരായി ഒഴുകുന്നു. എൻ മാനസം വേദനയിൽ ഉരുകുന്നു. നീറുമെൻ ജീവനെ നൽകി ഞാൻ പാടുന്നു. നീറുമെൻ ജീവനെ നൽകി ഞാൻ പാടുന്നു. പ്രതികൂലമാകുമെൻ ചെങ്കടൽ നേരെയും വിശ്വാസവടി നീട്ടിടുമേ. പ്രതികൂലമാകുമെൻ ചെങ്കടൽ നേരെയും വിശ്വാസവടി ഞാൻ നീട്ടിടുമേ. നീ എന്റെ ശക്തിയും നീ എന്റെ ബലവും നീ എന്റെ പ്രാണനായ എന്റെ പ്രാണനും നീ എന്റെ നീ എന്റെ ശക്തിയും നീ എന്റെ ബലവും നീ എന്റെ പ്രാണനും നീ എന്റെ ദൈവം. ഇന്നേ ദിവസം
കർത്താവിൻ്റെ കരുത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കാമെന്ന് വാക്കുപറയുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് ഉയർത്തുമാറാകട്ടെ എന്ന് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.